നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. തൽക്കാലം ഞാനിതിൽ ഇടപെടാതിരിക്കുന്നതാ നല്ലത്. ഇവരെ മേഘനാഥൻ അയച്ചതാണെന്ന് തീർച്ച. തൽക്കാലം ഇവന്മാരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി ഇവിടുന്ന് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ പ്രസാദേട്ടന് സംശയമാവും. സത്യം പറടാ, ആരതിന്റെ പിന്നിൽ? ആർക്ക് വേണ്ടി നീയൊക്കെ ഇത് ചെയ്തേ? സത്യം പറയണം. പ്രസാദേട്ടാ വേണ്ട, മതി, വാ പോവാം. ഇവരാരും ആയിക്കോട്ടെ, ആരാണെന്ന് അറിഞ്ഞിട്ട് നമുക്കൊന്നും നേടാനില്ല. പ്രസാദേട്ടാ അവന്മാരെ വിട്ടിട്ട് വാ, നമുക്ക് പോവാം. വാ വിടഞ്ജലി, അങ്ങനെയൊന്നും വിട്ടുകളയാൻ പറ്റില്ല. ഇന്നിപ്പോ ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഇവരെ തടഞ്ഞു. നാളെ ഇനി ഞാൻ ഇല്ലാത്തടത്ത് വെച്ച് മറ്റൊരു ശ്രമം നടന്ന ആര് രക്ഷിക്കും? അതുകൊണ്ട് ആരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയണം. പറയണം, ആരാണ് നിന്നെ അയച്ചത്? പറയാൻ. അവളെ വണ്ടി കയറ്റി കഴിഞ്ഞോ? പുറപ്പെട്ടോ നിങ്ങള്? ആരാ നീ? ഏതെങ്കിലും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാൻ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യലാണോ നിന്റെ പണി? എന്താ നിന്റെ പേര്? ഏതെങ്കിലും പെൺകുട്ടിയോ? അവൾ എന്റെ പെണ്ണാടാ, ഇഡിയറ്റ്. എന്റെ സ്വപ്നവും പ്രണയവും ഭാവി ജീവിതമൊക്കെ അവളാ. അങ്ങനെയുള്ള അവളെ എനിക്ക് വേണം, എനിക്ക് കിട്ടിയേ പറ്റൂ. അതിരിക്കട്ടെ, ഇത് ചോദിക്കാൻ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ പറഞ്ഞില്ലേ ഇവള് നിന്റെ പെണ്ണാണെന്ന്? അത് വെറും നിന്റെ തെറ്റിദ്ധാരണയാ. ഇവൾ എന്റെ പെണ്ണാ, എന്റെ മാത്രം പെണ്ണ്. ചുണയുണ്ടെങ്കിൽ നീ ആരാണെന്ന് ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് മതി നിന്റെ സംസാരം. അതാദ്യം നീ പറയണം. എന്റെ പെണ്ണിന് മേൽ അവകാശം പറയുന്ന നിന്റെ പേരെന്താ? എവിടെയാണ് നിന്റെ സ്ഥലം? അവൾ എങ്ങനെയാണ് നിന്റെ പെണ്ണാവുന്നത്? എങ്ങനെയെന്നല്ല, എല്ലാ അർത്ഥത്തിലും ഇവൾ എന്റെ മാത്രം പെണ്ണാ. എന്റെ കൂടെ ജീവിക്കുന്ന, എനിക്കൊപ്പം പ്രവർത്തിക്കുന്ന എന്റെ മാത്രം പെണ്ണ്. അവളുടെ മേൽ അവകാശം പറയുന്ന നിനക്കെങ്ങനെയാ അവളെ അറിയാവുന്നത്? അല്ലെങ്കിൽ തന്നെ സ്വന്തം പെണ്ണിനെ ആരെങ്കിലും ഗുണ്ടകളെ വെച്ച് പിടിപ്പിക്കുവോ? ആദ്യം അതിനുത്തരം പറ. ഒരു ഉത്തരവും പറയാൻ മനസ്സിലായിരിക്കും. ഒന്ന് മാത്രം നീ ഓർത്തോ, ഞാൻ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുള്ള എന്റെ പെണ്ണ് അവള്. ഇന്നിപ്പോ അവള് നിന്റെ പെണ്ണായിട്ടുണ്ടെങ്കിൽ നീ കരുതിയിരുന്നോ, നിന്റെ ആയുസ് അവസാനിക്കാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.